അത്യുന്നതനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മീയ സംഗമത്തിൻ്റെ മൂന്നാം രാത്രിയിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മെ അനുവദിച്ചു, കൃപ തന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്നിവിടെ കടന്നു വന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും ഈ ഓഡിറ്റോറിയത്തിന് വെളിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും തത്സമയ സംപ്രേഷണത്തിലൂടെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ അതുല്യനാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ആത്മീയ സംഗമം എന്നുള്ളതൊരു സംഘടനാ പ്രവർത്തനമല്ല. ഞാനും അതിൽ ഒരു ഭാഗവാക്കാണ്. എന്നാൽ ഇതൊരു സംഗമം മാത്രമാണ്. ദൈവമക്കൾ, ഈ പ്രദേശത്തുള്ള ദൈവമക്കളുടെ ഒരു സംഗമം മാത്രമാണ്. ആ നിലയിൽ അതിൻ്റെ ഒരു ഭാഗമാകുവാനിടയായതിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിനെല്ലാം നന്ദിയും അർപ്പിക്കുന്നു. കഴിഞ്ഞ 2 രാത്രികളിലും അനുഗ്രഹീതമായ വചനം നമുക്ക് കേൾക്കുവാനിടയായി. കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് കരങ്ങളിൽ ശക്തമായി ഉപയോഗിച്ചു. നമ്മോട് ദൈവം സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. ഇന്ന് രാത്രിയിലും ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്താണ് എന്ന് കേൾക്കുവാനാണല്ലോ നാം ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ അത് ദൈവം സംസാരിക്കുന്നതായിട്ട് മനസ്സിലാക്കി വചനത്തിന് കീഴ്പ്പെടുവാൻ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് ഇടയാകട്ടെ, നമ്മുടെ മനസ്സുകൾക്ക് ഇടയാകട്ടെ എന്നും ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന പ്രഘോഷണത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പ്രാരംഭമായി വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 1 മുതൽ 3 വരെ ഉള്ള വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കാം. യെശയ്യാ ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 53 വേഴ്സസ് റീഡിംഗ് ഫ്രം 1 to 3. ഞങ്ങൾ കേൾപ്പിച്ചതാർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ വചനമാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേറെ മുളയ്ക്കുന്നത് പോലെയും അവൻ്റെ മുൻപാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. യെശയ്യാവിൻ്റെ പ്രവചനം നമുക്കറിയാം, വളരെ പരിചിതമായ ഒരു പ്രവചന പുസ്തകമാണ് യെശയ്യാ പ്രവചനം. ക്രിസ്തുവിന് ഏതാണ്ട് 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. യെശയ്യാ പ്രവാചക പുസ്തകത്തെ വേദപുസ്തകത്തിലെ ചെറിയ വേദപുസ്തകം എന്ന് വിളിക്കാറുണ്ട്. കാരണം 66 പുസ്തകങ്ങളാണ് വേദപുസ്തകത്തിനുള്ളത്. അതുപോലെ യെശയ്യാ പ്രവാചക പുസ്തകത്തിന് 66 അധ്യായങ്ങളുണ്ട്. അതിൻ്റെ വിഭജനം അനേക വേദപണ്ഡിതന്മാരും വിഭജിച്ചിരിക്കുന്നത് 39 അധ്യായങ്ങളും 27 അധ്യായങ്ങളുമായിട്ടാണ്. വേദപുസ്തകത്തിൻ്റെ വിഭജനവും 39 പഴയ നിയമ പുസ്തകങ്ങളും 27 പുതിയ നിയമ പുസ്തകങ്ങളുമായിട്ടാണ്. ആദ്യത്തെ 39 അധ്യായങ്ങൾ ന്യായവിധിയെക്കുറിച്ച്, യെരുശലേമിന് യഹൂദിക്ക് വരുവാൻ പോകുന്ന, അതുപോലെ അസീറിയയ്ക്ക് വരുവാൻ, ഇസ്രയേലിന് വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച്, മറ്റൊരളവിൽ പറഞ്ഞാൽ പാലസ്തീൻ്റെ വടക്കേ ദേശമായ ഇസ്രയേലിനും പാലസ്തീൻ്റെ തെക്കേ ദേശമായ യഹൂദിക്കും വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച്, പ്രവാസത്തെക്കുറിച്ച് കാലേകൂട്ടി പ്രവചിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാവ്. ആ യെശയ്യാ പ്രവാചകൻ നാം അറിയുന്നത് പോലെ ഈ 53-ാമത്തെ അധ്യായം നമുക്ക് വളരെ പരിചയമുള്ള അധ്യായമാണ്. 53-ാം അധ്യായം നമ്മൾ ആരാധനയ്ക്ക് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ പലപ്പോഴും ധ്യാന ചിന്തകൾക്കായി നാം ഈ 53-ാം അധ്യായത്തിലെ പല വാക്യങ്ങളും ചിന്തിക്കാറുണ്ട്. പലരും ധ്യാന ചിന്ത പറയാറുണ്ട് എന്ന് നമുക്കറിയാം. വേദപുസ്തകത്തിലെ മൗണ്ട് എവറസ്റ്റ് എന്നാണ്, അല്ലെങ്കിൽ പ്രവചനങ്ങളുടെ മൗണ്ട് എവറസ്റ്റ് എന്നിതിനെ വിശേഷിപ്പിക്കാറുണ്ട്. മാത്രമല്ല നമുക്കറിയാം, 5-ാമത്തെ സുവിശേഷമെന്ന് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തെ വിവരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രം മത്തായിയും മർക്കോസും ലൂക്കോസും യോഹന്നാനും
വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുമ്പോൾ ആ സുവിശേഷങ്ങളിൽ കാണുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവചരിത്രത്തിൻ്റെ സംക്ഷിപ്തമായ ഒരു വിവരണം യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Book of Isaiah is called a miniature of Bible or mini Bible because it is having 66 books, 39 plus 27. The first 39 books are talking about the judgment which is going to come upon Jewish people. And the rest of the chapters are talking about the salvation and grace of God which is going to be expressed to the people. Not only that, this book is a book called as the Mount Everest in all the prophecies. അനേക പ്രവചനങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ ഉത്തുംഗ ശൃംഗമാണ് എന്ന് വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടാറുണ്ട്. യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അവരുടെ സുന്നഗോഗുകളിൽ പിൽക്കാലത്ത് വായിച്ചിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. കാരണം അത് വായിക്കുവാൻ അവരുടെ മനസ്സ് അവരെ അനുവദിച്ചിരുന്നില്ല. കാരണം നമുക്കറിയാം, യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ ഇന്നും മിശിഹായെ അംഗീകരിക്കുന്നില്ല. യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു എന്നുള്ളത് അവർ അംഗീകരിക്കുന്നില്ല. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത് അവർ അംഗീകരിക്കുന്നില്ല. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് യഹൂദന്മാർ ഇന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമുള്ള കാലയളവിൽ യഹൂദന്മാർ അവരുടെ സിന്നഗോഗുകളിൽ മനഃപൂർവ്വമായി വായിക്കാതെ വിട്ടുകളയാറുണ്ടായിരുന്നു. മാത്രമല്ല, വേറൊരു വശവും കൂടി ഇതിനുണ്ട്. ഈ യെശയ്യാ പ്രവചനം 53-ാം അധ്യായം ആത്മാർത്ഥമായി വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള പല യഹൂദന്മാരും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മിശിഹിയായി അംഗീകരിച്ച് രക്ഷിക്കപ്പെടുവാൻ പിൽക്കാലത്ത് കാരണമായി തീർന്നിട്ടുണ്ട്. പല യഹൂദന്മാരുടെയും രക്ഷയ്ക്ക് കാരണമായി തീർന്നിട്ടുള്ള ഒരധ്യായമാണ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായം എന്ന് പറയുന്നത്. ഈ യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതകൾ കൂടെ ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതൊരു വിലാപ കാവ്യമായിട്ടാണ് വേദപണ്ഡിതാക്കളുടെ ഇടയിൽ പരക്കെ അറിയപ്പെടുന്നത്. ഒരു വിലാപ കാവ്യമാണ്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ 18-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ ഏത് കണ്ണും കുത്തിത്തുളച്ചവരും അവനെ കാണും എന്ന് ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ മിശിഹായെ ഒരിക്കൽ തള്ളിപ്പറഞ്ഞുവെങ്കിലും ഇനിയൊരു ദിവസം സമാഗതമാകുവാൻ പോകുകയാണ്. അന്ന് മിശിഹായെ അവർ മനസ്സിലാക്കും. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് അവർ അംഗീകരിക്കും. കന്യകാമറിയാമിൽ ജനിച്ച കന്യകാ ജനനത്തെ അവർ അംഗീകരിക്കും. ഈ ലോകത്തിൽ പാപരഹിത ജീവിതം നയിച്ചതിനെ അവർ അംഗീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവർ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുന്ന ആ ദിവസത്തിൽ അവർ പറയുവാൻ പോകുന്ന, അല്ലെങ്കിൽ അവർ വിലപിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ പോകുന്ന ചില വാചകങ്ങളായിട്ടാണ് യെശയ്യാ പ്രവാചകൻ ഇതിനെ എഴുതിയിരിക്കുന്നത്. ഇതൊരു പ്രവചനമാണ്. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവചനമാണെങ്കിൽ പോലും ഭാവി കാലപ്രയോഗത്തിലല്ല ഇവിടെ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും എന്ന് കാണുവാൻ സാധിക്കും. 2 തെളിവുകൾ അതോടുള്ള ബന്ധത്തിൽ ഞാൻ കാണിക്കാം. ഒന്നാമത്തെ തെളിവെന്ന് പറയുന്നത് ഞങ്ങൾ, നാം, നാമോ എന്നൊരു പ്രയോഗം. യെശയ്യാവ് യഹൂദ ജനത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പ്രവാചകനായതുകൊണ്ട് യഹൂദന്മാരെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് താൻ പറയുകയാണ്, ഞങ്ങൾ, നാമോ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, നമുക്ക് വേണ്ടി വ്യസനപാത്രമായി തീർന്നു, നമുക്ക് പകരമായി അവൻ അകൃത്യ യാഗമായി തീർന്നു, നാം, നമ്മുടെ എന്നുള്ള പ്രയോഗങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. രണ്ടാമത്, ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ ഗ്രാമർ പരിശോധിച്ചാൽ, വ്യാകരണം പരിശോധിച്ചാൽ ഭൂതകാല ക്രിയയാണ്. പ്രവചനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഭാവികാല ക്രിയയിൽ വേണം അത് പറയുവാനായിട്ട്. എന്നാൽ ഇവിടെ നടന്നിട്ടില്ലാത്ത ഒരു സംഭവത്തെ 700 വർഷം മുമ്പ് പ്രവാചകൻ പറയുമ്പോൾ നടന്നു കഴിഞ്ഞതായിട്ടാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെ വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെ അവൻ്റെ മുമ്പാകെ വളരും എന്ന് പറഞ്ഞിട്ട് പിന്നീട് പറയുന്ന കാര്യങ്ങളെല്ലാം പാസ്റ്റ് ടെൻസിലാണ്, ഭൂതകാലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചില്ല, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, അവനെ ശിക്ഷിപ്പിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് പ്രസാദം തോന്നി എന്നിത്യാദിയുള്ള പ്രയോഗങ്ങളെല്ലാം ഭൂതകാല പ്രയോഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ,
ഇസ്രയേൽ ഭാവി കാലത്ത് കർത്താവിനെ തിരിച്ചറിയുമ്പോൾ, കുത്തിയവങ്കിലേക്ക് നോക്കി അവർക്കൊരു രക്ഷയുണ്ടാകുമ്പോൾ, ഒരു മാനസാന്തരമുണ്ടാകുമ്പോൾ, കലങ്ങുന്ന കണ്ണുകളോടെ തകർന്ന ഹൃദയത്തോടുകൂടെ ഒരുപക്ഷെ അവർ ദൈവത്തോട് ഈ നിലയിൽ വിലപിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് കണ്ടുകൊണ്ട് പ്രവാചകൻ എഴുതിയതായിരിക്കുന്ന ഒരധ്യായമാണ് ഈ അധ്യായം. അതുകൊണ്ട് ഇതിനെ വിലാപ കാവ്യമെന്ന് ദൈവദാസന്മാർ, ഈ കാര്യം പഠിച്ചവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രാരംഭ സന്ദേശം ദൈവജനത്തിന് വേണ്ടിയുള്ള സന്ദേശമാണ്. ആ നിലയിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് 3-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ പറഞ്ഞ ആ പ്രയോഗമാണ്, നാം അവനെ ആദരിച്ചതുമില്ല എന്നൊരു പ്രയോഗം. നാം അവനെ ആദരിച്ചതുമില്ല. I would like to speak about something that is told in the last part of verse 3. We esteemed him not. We esteemed him not. That is what I would like to focus on. ഞാൻ എൻ്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ, നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം അതാണ്. നാം അവനെ ആദരിച്ചതുമില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ സ്വന്തത്തിലേക്ക് വന്നു, അവൻ സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവിനെ ആരാണ് ആദരിക്കാഞ്ഞത്? നമുക്കറിയാം, അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന യഹൂദ ജനം കർത്താവിനെ ആദരിച്ചില്ല. യഹൂദ ജനം കർത്താവിനെ തിരസ്കരിച്ചു. യഹൂദന്മാർ കർത്താവിനെ നിന്ദിച്ചു. യഹൂദന്മാർ കർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞു. അവനെ കൊല്ലുവാനും തല്ലുവാനുമാണ്, കല്ലെറിയുവാനുമാണ് അവർ ആഗ്രഹിച്ചത്. അവർ അവനെ ആദരിച്ചില്ല. എന്നാൽ ഈ വാക്യം നമ്മളുമായിട്ട് എന്തേലും ഒരു ബന്ധമുണ്ടോ? നമ്മളുമായിട്ട് ഒരു ബന്ധമുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന് പറയുന്നത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ളതായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും മരണവും അടക്കവും പുനരുത്ഥാനവും എല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്കും വേണ്ടിയും എനിക്കും വേണ്ടിയുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാക്യത്തിന് നമ്മോടുള്ള ബന്ധത്തിലും വലിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മെ സംബന്ധിച്ച് പറഞ്ഞാലും നാമും അവനെ ആദരിച്ചില്ലായിരുന്നു. കാൽവറിയിലെ ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചപ്പോൾ നമ്മളും ആ അക്ഷരപ്രകാരം അവനെ ആദരിച്ചില്ല എന്ന് തന്നെയാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നാമുമായിട്ടും ഇത് വളരെ ബന്ധമുണ്ട്. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം അതല്ല. ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു, താൻ തൻ്റെ സഭയെ സ്ഥാപിച്ചു. നാം എല്ലാവരും അവൻ്റെ സഭയുടെ അംഗങ്ങളാണ്. നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നാം ദൈവമക്കളാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, വേർപാടുകാരാണ്, ബ്രദറുകാരാണ്, ദൈവത്തിൻ്റെ വചനം അറിയാവുന്നവരാണ് എന്നൊക്കെ നാം അഭിമാനിക്കുമ്പോൾ തന്നെ ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മുടെ ഹൃദയത്തെ നാം ഒന്ന് ശോധന ചെയ്യണം. എന്താണെന്നറിയാമോ? ഒരിക്കൽ യേശുവിനെ ക്രൂശിച്ചു, ശരിയാണ്. പക്ഷേ വീണ്ടും യേശുവിനെ ക്രൂശിക്കുന്ന പരിപാടികൾ നാം ചെയ്യാറുണ്ടോ? ഒരിക്കൽ യേശുവിൻ്റെ കരങ്ങളിലും കാലുകളിലും ആണിയടിച്ചു, ശരിയാണ്. പക്ഷേ ഇന്നും നാം യേശുവിൻ്റെ കരങ്ങളിലും കാലുകളിലും ആണിയടിക്കുന്നവരാണോ? നമ്മുടെ ജീവിതം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ യേശുവിന് വീണ്ടും ലോകാപവാദം വരുത്തുന്നതാണോ? യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നതാണോ? അവനെ ആദരിക്കേണ്ടവരാണ് നാം അവനെ ആദരിക്കേണ്ടവരാണ്. എന്തുകൊണ്ടാണ് നാം അവനെ ആദരിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ പറയാം. റോമാലേഖനം 8-ാം അധ്യായം 30, 31 വാക്യങ്ങൾ, 32 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ, സ്വന്തം പുത്രനെ ആദരിക്കാതെ, ദൈവത്തിൻ്റെ മടിയിലിരുന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം നമ്മെ ആദരിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം? നമ്മെ ആദരിച്ച ദൈവം നമ്മെ ആദരിച്ചത് കൊണ്ട് പ്രിയമുള്ളവരെ, നാം അവനെ ആദരിക്കണം. വേറൊരു കാര്യം പറയട്ടെ. 34-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ വായിക്കുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന് പറഞ്ഞാൽ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഈ 2 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ദൈവം നമ്മെ അനാദരിച്ചിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ കർത്താവ് നമ്മെ അനാദരിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അനാദരിച്ചിട്ടുണ്ടോ? ആദരവില്ലാതെ കർത്താവ് നമ്മോട് പെരുമാറിയിട്ടുണ്ടോ? ഇല്ല. അവൻ നല്ലവനെന്ന് രുചിച്ചറിയുവാനല്ലാതെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം
രുചിച്ചറിഞ്ഞ കർത്താവ് നല്ലവനെന്നല്ലാതെ അവൻ ഏറ്റവും മോശമാണ് എന്ന് പറയുവാൻ നമുക്കിതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതിനവൻ ഇട നൽകിയിട്ടില്ല. അവൻ നമ്മളെ അനാദരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം അവനെ എത്രയും ആദരിക്കേണ്ടവരാണ്. നമുക്ക് വേണ്ടി ചങ്കിലെ ചോര ഊറ്റിത്തന്ന കർത്താവിനെ നാം എത്രത്തോളം ആദരിക്കണം. We have to esteem our Lord in a high state because he has not he esteemed us. God the Father has not esteemed his own son and gave us as a sacrifice. So Father esteemed us, so we have to esteem him. On the other hand, he never rejected us. He never unesteemed us. Because of that, we have to esteem highly the Lord Jesus Christ. We have to think that is there anything that is again crucifying our Lord Jesus Christ in our lives? Through our words, through our deeds, sometimes we may crucify again the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുവാൻ ഇടയാകരുത്. നാം അവനെ ആദരിച്ചതുമില്ല എന്നാണ് ഇവിടെ നാം വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2-3 കാര്യങ്ങൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാം അവനെ ആദരിച്ചില്ല എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കൾ, യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ ഈ കർത്താവിനെ എങ്ങനെയാണ് ആദരിക്കാതിരുന്നത്? How did the children of Israel not esteem Jesus Christ? How did they not esteem Jesus Christ? That is what I want to speak tonight. ഇന്ന് രാത്രിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരിക്കൽ കൂടെ പറയട്ടെ. യഹൂദന്മാരായിരിക്കുന്ന ആളുകൾ യേശു ക്രിസ്തുവിനെ എങ്ങനെ ആദരിച്ചില്ല? ഒന്നാമത്തെ കാര്യം നമുക്ക് വായിച്ചു നോക്കാം. 53-ാം അധ്യായം 1-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? മതി. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? പ്രവാചകൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, സംശയാസ്പദമായ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. എങ്ങനെയാണ് കർത്താവിനെ അനാദരിച്ചതെന്നറിയാമോ? യഹൂദന്മാർ എങ്ങനെയാ കർത്താവിനെ അനാദരിച്ചത്? ഉത്തരം ഇവിടെ എഴുതിയിട്ടുണ്ട്. അവർ കേൾക്കപ്പെട്ട വചനത്തെ വിശ്വസിച്ചില്ല, കേൾക്കപ്പെട്ട വചനത്തെ തള്ളിക്കളഞ്ഞു. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം മുതൽ നാം പരിശോധിക്കുമ്പോൾ ഈ മിശിഹായുടെ വരവിനെ കുറിച്ച് ഒന്നിനു പിറകെ ഒന്നെന്ന ക്രമത്തിൽ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള വസ്തുതകളാണ്. അവന്റെ ജനനത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പാപരഹിത ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അടക്കത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുമൊക്കെ തിരുവെഴുത്തുകളിൽ പ്രവാചകന്മാർ മുഖാന്തരം കാലേ കൂട്ടി ദൈവം അരുളി ചെയ്തിട്ടുള്ള വസ്തുതകളാണ്. ദൈവം അങ്ങനെ അരുളി ചെയ്ത വസ്തുതകളൊന്നും ഈ യഹൂദന്മാർ കൈക്കൊണ്ടില്ല, അവരംഗീകരിച്ചില്ല. അവരതിനെ പാടെ തള്ളിക്കളഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് യഹൂദന്മാർ യേശുക്രിസ്തുവിനെ അനാദരിച്ചത്, അവനെ നിന്ദിച്ചത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നമുക്കെന്താണ് ഇതുമായിട്ടുള്ള ബന്ധം? First point is like this: they denied the word of God spoken to them about the Lord Jesus Christ. In that way they did not esteem the Lord Jesus Christ. യേശു ക്രിസ്തുവിനെ അനാദരിച്ചത് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കാതെയാണ്. എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കേട്ട വചനം അവരിൽ വിശ്വാസമായി പരിണമിക്കായകൊണ്ട് പലരും കനാനിൽ പ്രവേശിച്ചില്ല, സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല. കേട്ട വചനം വിശ്വാസമായി പരിണമിച്ചില്ല. ഇസ്രായേലിന്റെ ഒരു പരാജയമാണ്. മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 26, യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിന്റെ ഒടുവിൽ യേശുക്രിസ്തു പറയുകയാണ്, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ ബുദ്ധിയില്ലാത്ത മനുഷ്യന് തുല്യനാണ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ ചൂണ്ടിക്കൊണ്ടാണ് പറയുന്നത്. അവർ ക്രിസ്തുവിന്റെ വചനങ്ങളെ, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വചനങ്ങൾ പോലും അവർ കേട്ടിട്ടില്ലാത്തവരാണ്, വിശ്വസിച്ചിട്ടില്ലാത്തവരാണ്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പ്രാരംഭമായി പറഞ്ഞ ഉപമ നാം പരിശോധിക്കുമ്പോൾ, ആ വിതയ്ക്കുവാൻ പോയ വ്യക്തി വിതച്ചപ്പോൾ 4 സ്ഥലത്താണ് 4 തരം ഹൃദയങ്ങളിൽ വിത്ത് വീണതിനെ കുറിച്ച് വായിക്കുന്നുണ്ട്. വഴിയരികെ വീണു, പാറപ്പുറത്ത് വീണു, മുള്ളിനിടയിൽ വീണു. എന്നാൽ നല്ല നിലത്ത് വീണ വിത്ത് അല്പം വിത്തുമാണ്. നല്ല നിലത്ത് വീണത് 75% എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ വിതച്ച വിത്തിൻ്റെ 75% ഇതര സ്ഥലങ്ങളിലാണ് വീണത്. 25% മാത്രമേ യഥാർത്ഥ ഹൃദയത്തിൽ വീണുള്ളൂ. ഇന്നൊരു വസ്തുത
ഇന്നൊരു വസ്തുത ഇവിടെ പറയട്ടെ. പ്രിയമുള്ളവരെ, നാം വചനം ധാരാളമായി കേൾക്കുന്നവരാണ്, വചനം ധാരാളമായി കേൾക്കുന്നവരാണ്. പക്ഷേ കേൾക്കുന്നതിൻ്റെ ഒരു 1/4 നമ്മുടെ ജീവിതത്തിൽ പ്രയോജനീഭവിക്കുന്നുണ്ടോ എന്ന് ഇന്ന് രാത്രിയിൽ നാം നമ്മെ ഒന്ന് പരിശോധിക്കണം. നാം കേൾക്കുന്ന വചനങ്ങൾ ഒരു 75% സാത്താൻ വന്ന് പെറുക്കിക്കൊണ്ടു പോകും. പിന്നെ മുള്ളിനിടയിൽ വീണതുണ്ട്. ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ മോഹങ്ങളും നിമിത്തം ആ വചനമെല്ലാം അതിൽ മുങ്ങിപ്പോകാറാണ് പതിവ്. മാത്രമല്ല, ചില വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ വൈകാരികമായിട്ട് ചില തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷേ ജീവിതത്തിൻ്റെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ അതൊക്കെ നാം കാറ്റിൽ പറത്തിക്കൊണ്ട് പിന്മാറിപ്പോകുന്ന, വചനത്തെ പിന്തള്ളിപ്പോകുന്നൊരവസ്ഥയല്ലേ നമുക്കുള്ളത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ദൈവജനമേ, ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ വചനത്തെ അനാദരിച്ചാൽ ക്രിസ്തുവിനെ അനാദരിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തിൻ്റെ വചനത്തെ അനാദരിച്ചാൽ ക്രിസ്തുവിൻ്റെ മുഖത്തടിക്കുന്നതിന് തുല്യമാണ്. ദൈവത്തിൻ്റെ വചനത്തെ അനാദരിച്ചാൽ ക്രിസ്തുവിൻ്റെ മുഖത്ത് തുപ്പുന്നതിന് തുല്യമാണ്. ദൈവത്തിൻ്റെ വചനത്തെ അനാദരിച്ചാൽ, പ്രിയമുള്ളവരെ, നാം വീണ്ടും ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതിന് തുല്യമാണ്. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ നാം ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാണ്. ഇന്ന് രാത്രികാലം നമുക്കങ്ങനെ ചിന്തിക്കുവാനിടയാകട്ടെ. ഞാനിത് പറയുമ്പോൾ ഒരു വസ്തുത നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 19-ാം സങ്കീർത്തനത്തിൽ 4, 5, 6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, Psalms 19 verse 4, 5 and 5, ഇപ്പോൾ വായിക്കേണ്ട 19-ന്റെ 4, 5, 6 നമ്മൾ വായിക്കുമ്പോൾ, അവിടെ അവൻ സൂര്യനൊരു കൂടാരമടിച്ചിരിക്കുന്നു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം, വീരനെ പോലെ തൻ്റെ ഓട്ടമോടുവാൻ കാക്ഷിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവും ആകുന്നു എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. എന്തിനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്? സൂര്യൻ എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലായി. ഞാൻ വളരെ വേഗത്തിൽ പറയട്ടെ. ആ വാക്യങ്ങൾ ദൈവവചനത്തെ സൂര്യനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുകയാ. ദൈവവചനത്തെ സൂര്യനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുകയാ. The word of God is compared to the sun there. That is what we can see in Psalms 19. 19-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ചോദിക്കട്ടെ, സൂര്യനെ ആരെങ്കിലും ഇന്ന് വരെ നിന്ദിച്ചിട്ടുണ്ടോ? സൂര്യപ്രകാശം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്തൊരു പ്രയാസമാ ഒരു ദിവസം. കുറ്റാക്കുറ്റിരുട്ടാണെങ്കിൽ മിസ്രയീമിൽ കുറ്റാക്കുറ്റിരുട്ടുണ്ടായി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ കുറ്റാക്കുറ്റിരുട്ടിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് എത്ര മോശപ്പെട്ട ഒരു സന്ദർഭമാ, എത്ര ദുഃഖകരമായ ഒരു സന്ദർഭമാ. സൂര്യപ്രകാശം അത്യാവശ്യമാ. സൂര്യൻ പ്രകാശിച്ചില്ലെങ്കിൽ ഇവിടെ സസ്യജാലങ്ങൾ വളരുകയില്ല, വൃക്ഷങ്ങൾ ഫലം തരികയില്ല, നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുകയില്ല. നമ്മുടെ പല കാര്യങ്ങളും മുടക്കത്തിലാകും, നമ്മുടെ പല കാര്യങ്ങളും തടസ്സത്തിലാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സൂര്യപ്രകാശം അത്യന്താപേക്ഷിതമാ. എന്നാൽ സൂര്യനെ നമ്മൾ നിന്ദിച്ചിട്ടുണ്ടോ, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ജനമേ, ദൈവം വചനത്തെക്കുറിച്ച് സൂര്യനോട് ഉപമിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. സൂര്യൻ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറെ കൂടെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ വചനം എനിക്കും നിങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ് എന്നുള്ള കാര്യം ഓർക്കണം. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. മറ്റൊരു രസകരമായ ചിന്ത കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. എടുത്തു വായിക്കാൻ സമയമില്ല, എടുത്തു വായിക്കേണ്ട സഹോദര. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാപാഠമാണ്. അതുകൊണ്ട് എടുത്തു വായിക്കുന്നില്ല. എന്താണ് പറയുന്നത്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്ന ആ വാക്യത്തിൽ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രന് കൊടുത്തിരിക്കുന്ന പേരെന്താ? കൊടുത്തിരിക്കുന്ന പേരെന്താണ്? വചനം. വചനമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒപ്പം ഒന്ന് ചിന്തിച്ചേ, ബൈബിളിന് കൊടുത്തിരിക്കുന്ന പേരെന്താ? ഈ പുസ്തകത്തിൽ ബൈബിളിന് കൊടുത്തിരിക്കുന്ന, ദൈവം കൊടുത്തിരിക്കുന്ന പേരെന്താണെന്നറിയാമോ? വചനമെന്ന് തന്നെയാണ്, തിരുവചനമെന്നാണ്. വചനം, തിരുവെഴുത്ത് വചനമെന്നാണ്. അപ്പോൾ ബൈബിളിനും വചനം, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനും വചനമെന്ന് പേര് നൽകിയിരിക്കുക. അങ്ങനെയാണെങ്കിൽ ബൈബിൾ ക്രിസ്തുവല്ല, ക്രിസ്തു ബൈബിളുമല്ല. അതെനിക്കറിയാം. ബൈബിൾ ക്രിസ്തുവല്ല, ക്രിസ്തു ബൈബിളുമല്ല. പക്ഷേ ബൈബിളിനെയും ക്രിസ്തുവിനെയും നമുക്ക് വേർതിരിച്ചു നിർത്തുവാൻ കഴിയുന്നതല്ല. ഒന്നില്ലാതെ ഒന്നില്ല.
ബൈബിളിനെയും ബൈബിൾ പോലെ തന്നെ ക്രിസ്തു പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ. അതിന് ചില തെളിവുകൾ ഞാൻ പറയാം. നമുക്കറിയാം, വേദപുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ആകാശം മാറിപ്പോയാലും അതായത് ഈ ഭൂമിയിലെ പുല്ലുണങ്ങിപ്പോയാലും എന്തെല്ലാം സംഭവിച്ചാലും വചനം നിലനിൽക്കുന്നു. ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചും അങ്ങനെ തന്നെയാണ് പറയുന്നത്. യേശുക്രിസ്തു നിത്യനാണ്. അപ്പൊ വചനവും നിത്യം, യേശുക്രിസ്തുവും നിത്യം. വചനം എങ്ങനെയാ വന്നേ? പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ് വചനം. നമ്മുടെ കൈകളിൽ വചനം എങ്ങനെ കിട്ടി? പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എങ്ങനെയാ നമ്മുടെ അടുക്കലേക്ക് വന്നത്? ദൈവം മനുഷ്യനായി തീർന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് നമുക്കറിയാം. അപ്പൊ രണ്ടും പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ അടുക്കലേക്ക് വന്നു. വചനം മാറ്റമില്ലാത്തതാണ്, വള്ളിയോ പുള്ളിക്കോ മാറ്റമില്ലാത്തതാണ്. ആകാശം മാറാം, ഭൂമി മാറാം, പക്ഷേ വചനത്തിന് മാറ്റമില്ല. അതുപോലെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവനാണ്. എബ്രായർ 13:8. യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാ. യോഹന്നാൻ 8:12 യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വേദപുസ്തകം 119 സങ്കീർത്തനം 105 വാക്യം, കാലിന് ദീപം പാതയ്ക്ക് പ്രകാശം. വചനവും എന്താണ്? പ്രകാശം. യേശുക്രിസ്തുവും എന്താണ്? പ്രകാശം. അപ്പൊ രണ്ടും പ്രകാശം തരുന്നതാണ്. വചനം സത്യമാണ്. യോഹന്നാൻ 17:17 യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണം, നിന്റെ വചനം സത്യമല്ലോ. യോഹന്നാൻ 14:6 യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ രണ്ടും സത്യമാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ രണ്ടും വിശ്വസിക്കണ്ടേ? യേശുവിനെ വിശ്വസിക്കുന്നു, വചനം ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. വചനം വിശ്വസിക്കുന്നുണ്ട്, ക്രിസ്തുവിനെ എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ വചനം ക്രിസ്തുവല്ല, ക്രിസ്തു വചനം, ബൈബിൾ ക്രിസ്തുവല്ല, ക്രിസ്തു ബൈബിളും അല്ല. പക്ഷേ വചനവും ക്രിസ്തുവും തമ്മിൽ വേർപിരിക്കാനാവാത്ത വിധം ഒടേതമ്പുരാൻ രണ്ടിനും പേര് കൊടുത്തപ്പോൾ എങ്ങനെയാ കൊടുത്ത? ഒരൊറ്റ പേര് കൊടുത്തെന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യത, ദൈവം എത്ര പ്രാധാന്യം വചനത്തിന് നൽകുന്നുണ്ട്. രണ്ടും വിശ്വസിക്കുവാനായിട്ട് ആവശ്യമാണ് എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിനെതിരെ വരുന്ന ആക്രമണം ആർക്കെതിരെയുള്ള ആക്രമണമാണ്? യേശുക്രിസ്തുവിനെതിരെയുള്ള ആക്രമണ. അവൻ്റെ മുഖത്തടിക്കുന്നതിന് തുല്യമാ, അവൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തിയതിന് തുല്യമാ, അവൻ്റെ മുഖത്ത് തുപ്പിയതിന് തുല്യമാ, അവനെ അടിച്ച് വകവരുത്തിയതിന് തുല്യമാ, അവനെ ആണി അടിക്കുന്നതിന് വീണ്ടും മരത്തോട് ചേർത്ത് ആണി അടിക്കുന്നതിന് തുല്യമാ. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? കർത്താവ് കൊടുക്കുന്ന പ്രാധാന്യം ദൈവത്തിൻ്റെ വചനത്തിന് നമ്മൾ കൊടുക്കുന്നുണ്ടോ? നാം കേൾക്കുന്ന വചനങ്ങൾ, പ്രിയമുള്ളവരെ, ഇന്ന് വചനം കേൾക്കുവാൻ ഒട്ടനവധി അവസരങ്ങൾ ദൈവം നമുക്ക് കനിഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും പ്രിയമുള്ളവരെ, വചനം അനുസരിക്കുവാൻ എന്താണ്? കരിങ്കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ പലപ്പോഴും ഇരിക്കുന്നത് കാണുമ്പോൾ ദുഃഖം തോന്നാറുണ്ട്. കരയാറില്ല, വചനം കേൾക്കുമ്പോൾ കരയാറില്ല, ഹൃദയമൊന്ന് തകരാറില്ല. പാറ പോലിരിക്കുന്ന ഹൃദയങ്ങൾ ഇന്ന് രാത്രിയിൽ ദൈവജനമേ നമുക്ക് മടങ്ങി വരാം. നമ്മുടെ ഹൃദയത്തിന് അലിവുണ്ടാകട്ടെ. നമ്മൊന്ന് കരയാൻ, ഇന്ന് രാത്രിയിൽ ഒന്ന് കരയാൻ മനസ്സുണ്ടോ? കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിയട്ടെ, ചങ്കൊന്ന് തകരട്ടെ. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവം കൊടുക്കുന്ന പ്രാധാന്യം നാമും കൊടുക്കുവാനിടയാകണം. അതാണ് പ്രിയമുള്ളവരെ നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇസ്രായേൽ മക്കൾ, യഹൂദ ജനം അവനെ അനാദരിച്ചു. എങ്ങനെ അനാദരിച്ചു? അവൻ്റെ വചനം അനുസരിക്കാതെ, വചനത്തെ കേൾക്കാതെ, വിശ്വസിക്കാതെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവനെ അനാദരിച്ചു എന്നുള്ളതാ. ഞാനൊരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകാം. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവും വചനവും തമ്മിൽ വേറെ പിരിക്കാനാവില്ല എന്ന് വരികിൽ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ, ബൈബിൾ എടുത്ത് ധ്യാനിക്കുമ്പോൾ, ബൈബിൾ എടുത്ത് പഠിക്കുമ്പോൾ, ബൈബിളിൽ നിന്നുള്ള സന്ദേശം ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ, ഞാനൊന്ന് ചോദിക്കട്ടെ, ക്രിസ്തു അടുത്ത് നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ടോ? ഇത് തമ്മിൽ പിരിക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടും ഒരുപോലെ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ. വചനം വായിക്കുമ്പോൾ കർത്താവ് അടുത്ത് നിൽക്കുന്ന അനുഭവമുണ്ടോ? വചനം പഠിക്കുമ്പോൾ കർത്താവ് അടുത്ത് നിൽക്കുന്ന അനുഭവമുണ്ടോ? ക്രിസ്തു അടുത്ത് നിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. ആ ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയാകണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ, നിന്റെ സാന്നിധ്യം, നിന്റെ സന്നിധി ബോധം എനിക്ക് തരണം. ദൈവവചനം കേൾക്കുമ്പോൾ
അവൻ ഇന്ന് നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞവൻ നമ്മുടെ മധ്യേ ഉണ്ടല്ലോ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആ സാന്നിധ്യം അനുഭവിക്കുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഇന്ന് രാത്രികാലം, ഇന്ന് പകലിൽ വചനം പഠിച്ചില്ലേ? ആർക്ക് കഴിഞ്ഞു? എത്ര പേർക്ക് കഴിഞ്ഞു? ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് ശോധന ചെയ്യുവാൻ, കർത്താവിലേക്ക് മടങ്ങി വരുവാൻ, അവനെ അനാദരിക്കാതിരിപ്പാൻ ഇടയാകട്ടെ. രണ്ടാമത്തെ കാര്യം 1-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. 53-ാം അധ്യായം 1-ാം വാക്യം 2-ാം ഭാഗം. യഹോവർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്നാണ് രണ്ടാമത് പറയുന്നത്. സോ my second point is they denied the deity of Christ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവർ അംഗീകരിച്ചില്ല. യേശുക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവർ അംഗീകരിച്ചില്ല. യഹോവയുടെ ഭുജമാണ് ഈ വന്നിരിക്കുന്നത്. യഹോവയുടെ ഭുജമാണ് ഈ വന്നിരിക്കുന്നത്. യഹോവയുടെ ഭുജം എന്നുള്ള പ്രയോഗം യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ ചൂണ്ടിക്കാണിക്കുന്ന പ്രയോഗമാണ്. പ്രാരംഭ രാത്രിയിൽ കർത്താവിന്റെ ദാസൻ ശാം സക്രിയ അവർ ഈ വിഷയം ഒന്ന് തൊട്ടു പോവുകയുണ്ടായി. എന്നാൽ പ്രിയമുള്ളവരെ, അതിനോട് ചേർന്ന് 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഞാനും ആഗ്രഹിക്കുകയാണ്. യഹൂദന്മാർ യേശുക്രിസ്തുവിനെ അനാദരിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവന്റെ ദൈവത്വത്തെ നിഷേധിച്ചുകൊണ്ടാണ്. അവൻ യഹോവയുടെ ഭുജമാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. പ്രവാചകന്മാർ പ്രവചിച്ച ദൈവമാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. പ്രിയമുള്ളവരെ, യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ 20-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ തെളിയിക്കാൻ ആഗ്രഹിച്ചത് യേശുക്രിസ്തു ദൈവമാണ് എന്ന് തെളിയിക്കുവാനാണ് ആഗ്രഹിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം, നാം ഒക്കെ സുവിശേഷം പറയുമ്പോൾ, ഭവന സന്ദർശനം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ആളുകളോട് പറയാറുള്ളൊരു വാക്യമാണ്, അവനെ കൈക്കൊണ്ട്, എന്താണ് ആ വാക്യം? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൈക്കൊണ്ടാൽ ദൈവമക്കളാകാൻ പറ്റുമോ? അങ്ങനെ ഒരു കാര്യമുണ്ടോ? അങ്ങനെ ഒരു വസ്തുതയുണ്ടോ? ഇല്ലേ, ഇല്ല. ഏതെങ്കിലും മന്ത്രിയെ കൈക്കൊണ്ടാൽ ദൈവമക്കളാകാൻ പറ്റുമോ? ഇല്ല. ഇവിടെ പറയുന്ന വാക്യം ശ്രദ്ധിച്ചേ. ദൈവമക്കളാകണമെങ്കിൽ ആരെ കൈക്കൊള്ളണം? യേശുക്രിസ്തുവിനെ കൈക്കൊള്ളണം. അതിൻ്റെ അർത്ഥം എന്താ? ദൈവമക്കളാകണമെങ്കിൽ ആരെ കൈക്കൊള്ളണം? ദൈവത്തെ കൈക്കൊള്ളണം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ആരാ? യേശുക്രിസ്തു ദൈവമാ. യേശുക്രിസ്തു സാക്ഷാൽ ദൈവമായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അവനെ കൈക്കൊണ്ടാൽ ആരാകാൻ പറ്റും? ദൈവ മക്കളാകുവാനായിട്ട് സാധിക്കും. If you receive Jesus Christ in your heart, you shall become the children of God. If you receive Prime Minister, you will not become children of God. If you receive Chief Minister into your heart, you will not become children of God. You know why? If you receive Jesus Christ, because Jesus Christ is God. If you receive God, you shall become the children of God. That is talking about the deity of our Lord Jesus Christ. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങൾ നാം കേട്ടതുപോലെ തോമസ് എന്ന അപ്പസ്തോലൻ യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. യേശുക്രിസ്തു എവിടെയൊക്കെ തൻ്റെ ദൈവത്വം തെളിയിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം യേശുക്രിസ്തുവിനെ കൊല്ലുവാനോ കല്ലെറിയാനോ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യം. യേശു അവരോട്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. യേശു അവരോട്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊന്നും പ്രത്യേകിച്ച് തോന്നിയില്ല. പക്ഷെ കേട്ടുകൊണ്ടിരുന്ന യഹൂദന്മാർക്ക് എന്തോ ഒന്ന് തോന്നി. അവർ പ്രതികരിച്ചു. 18-ാം വാക്യം ഒന്ന് കേട്ടാറേ. 5:18. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞു തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും, എന്റെ പിതാവ് ദൈവം എന്റെ പിതാവ് എന്ന് പറഞ്ഞ് ദൈവത്തോട് തന്നെത്താൻ സമനാക്കിയത് കൊണ്ട് എന്ന് യഹൂദന്മാർക്ക് മനസ്സിലായി. അപ്പോൾ യേശുക്രിസ്തു താൻ തന്നെ ദൈവമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? അവനെ കൊല്ലുവാൻ, അല്ലേ? എന്താ അവർ ചെയ്തത്? അവനെ അവർ കൊല്ലുവാൻ തീരുമാനിക്കുകയാണ്. മാത്രമല്ല 8-ാം അധ്യായം 58-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അബ്രഹാമിന് മുമ്പേ ഞാനുണ്ട് എന്ന് പറഞ്ഞ കർത്താവിനെ
59 വാക്യത്തിലേക്ക് വരുമ്പോൾ അവനെ കല്ലെറിയുവാനായിട്ട് തുടങ്ങുകയാണ്. അബ്രഹാമിന് മുമ്പ് ഞാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവനെ കല്ലെറിയുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 10 അധ്യായം 30 വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവരവനെ കല്ലെറിയുവാനായിട്ട് തുടങ്ങി. മർക്കോസിന്റെ സുവിശേഷം 2 അധ്യായം 5 വാക്യത്തിൽ പക്ഷവാത രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവരവനെ നശിപ്പിച്ചു കളയുവാൻ, ഇല്ലായ്മ ചെയ്യുവാനായിട്ട് അവര് ശ്രമിച്ചു എന്നാണ് വായിക്കുന്നത്. ഈ വാക്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? ഈ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ സമ്പൂർണ്ണ ദൈവമായിട്ട് ജീവിച്ചവനാണ്. അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവമാണ്, ഏകസത്യ ദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്. പക്ഷെ ഞാൻ ഇതിവിടെ പറയുന്നതിനൊരു കാരണമുണ്ട്. വളരെ ദുഃഖത്തോടെ ഒരു കാര്യം പറയട്ടെ. ഇന്ന് ക്രൈസ്തവ ഗോളത്തിൽ, ഇന്ന് പ്രത്യേകിച്ച് വേർപെട്ട ദൈവജനങ്ങളുടെ ഇടയിൽ ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. ആ തലമുറയ്ക്കൊരു കുഴപ്പമുണ്ട്. ആ തലമുറയുടെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ തിരിച്ചറിയാത്ത ഒരു തലമുറ. യേശുക്രിസ്തുവിനെ കുറിച്ച് അവർ കോളേജുകളിൽ, അവർ പഠിക്കുന്ന സ്കൂളുകളിൽ, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ അവരാരുമായിട്ട് ഇടപഴകുന്നുവോ അവരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതായിട്ടുള്ള ആശയങ്ങൾ അവരുടെ തലയ്ക്കകത്ത് തറഞ്ഞു കിടക്കുന്നത് കൊണ്ട് അവരിപ്പോൾ വന്നിട്ട് നമ്മുടെ സഭകളിൽ വരുവാനോ വചനം കേൾക്കുവാനോ ഒരു തലമുറ ഇന്ന് തയ്യാറാകുന്നില്ല. അതിൽ ആ തലമുറയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു വീഴ്ചയെന്ന് പറയുന്നത് യേശുക്രിസ്തു സാക്ഷാൽ ദൈവം എന്ന വസ്തുത അവർ അംഗീകരിക്കുന്നില്ല. യേശുക്രിസ്തു ഒരു അധ്യാപകനാണെന്നോ, യേശുക്രിസ്തു ഒരു മതനേതാവാണെന്നോ, ദൈവത്തെക്കാൾ ചെറിയ ഒരാളാണെന്നോ ഒക്കെയാണ് ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവിന് കൊടുക്കേണ്ടുന്ന വില കൊടുക്കുന്നില്ല, യേശുക്രിസ്തുവിന് കൊടുക്കേണ്ടുന്ന മൂല്യം കൊടുക്കുന്നില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നാം ഒന്ന് ചിന്തിക്കുവാൻ ആവശ്യമുണ്ട്. യേശുക്രിസ്തുവിന് നാം വില കൽപ്പിക്കാറുണ്ടോ? നമ്മുടെ കർത്താവിന് എന്ത് വിലയാണ് നാം കൊടുക്കാറുള്ളത്? നമ്മുടെ കർത്താവിന് എന്ത് വിലയാണ് നാം കൊടുക്കാറുള്ളത്? ഇവിടെ നോക്കുക, ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 1:14 അവർ പറയുന്നത് ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. യോഹന്നാൻ പറയുകയാണ് ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടു. യെശയ്യാപ്രവചനം 53 അധ്യായത്തിൽ നമ്മൾ വായിച്ചു വരുമ്പോൾ അവൻ ഇളയ തൈ പോലെ വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെ ആകർഷിക്കത്തക്ക രൂപഗുണം, കോമളത്വം, സൗന്ദര്യം ഇല്ലാത്തവനെ പോലെ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചത് എന്ന് പ്രവാചകൻ പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആന്തരിക സൗന്ദര്യം കാണുവാൻ കഴിയാത്ത യഹൂദന്മാർ അവനെ ആദരിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ തേജസ് അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, യേശുക്രിസ്തുവിൻ്റെ മഹത്വം അവർക്ക് കാണാൻ കഴിഞ്ഞില്ല, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ പറയട്ടെ, നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വം മനസ്സിലാക്കിയ ദൈവജനമേ, നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ തേജസ് കണ്ടവരല്ലേ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്ന പലർക്കും നെഞ്ചത്ത് കൈവച്ച് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, ഞങ്ങൾ അവൻ്റെ തേജസ് കണ്ടതാ. വരണ്ട നിലത്ത് നിന്ന് വേർമുളയ്ക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഈ വരണ്ട നിലത്ത് വേർമുളയ്ക്കുമോ? ഇല്ല. യേശുക്രിസ്തുവിൻ്റെ ആന്തരിക സൗന്ദര്യം അവിടെ കാണാൻ കഴിയും. എന്താണെന്നറിയാമോ? വരണ്ട നിലത്തൊരു വേരും മുളയ്ക്കത്തില്ലെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് യേശു. അതാണ് അവൻ്റെ തേജസ്, അതാണ് അവൻ്റെ മഹത്വം. അവൻ സാക്ഷാൽ ദൈവമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല അവൻ വ്യസനപാത്രമായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, he was a man of sorrows. You know why he was a man of sorrows? Because he looked at the sin of the human beings. മനുഷ്യവർഗത്തിൻ്റെ പാപം കണ്ടിട്ടാണ് അവൻ വ്യസനപാത്രമായി ജീവിച്ചത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്നവനാണ് ദൈവം. നാം വിശുദ്ധിയോടെ ജീവിക്കുന്നില്ലെങ്കിൽ, നാം കർത്താവിന് മഹത്വം കൊടുക്കുന്നില്ലെങ്കിൽ, നാം കർത്താവിൻ്റെ തേജസ് കണ്ട് അവനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കി ജീവിക്കുന്നില്ലെങ്കിൽ, പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ, നാം വീണ്ടും അവൻ്റെ മുഖത്തടിക്കുന്നവരാ. ഇന്ന് രാത്രിയിൽ അവൻ്റെ മുഖത്തടിക്കുന്നവരാകരുതേ, അവൻ്റെ മുഖത്ത് തുപ്പുന്നവരാകരുതേ, അവനെ വീണ്ടും ക്രൂശിക്കുന്നവരാകരുതേ, അവൻ അപമാനം വരുത്തുന്നവരാകരുതേ, അവനെ തള്ളിപ്പറയുന്നവരാകരുതേ. ഇന്ന് രാത്രിയിൽ നമുക്ക് മടങ്ങി വരാം. കർത്താവേ, നിനക്ക് എത്ര മാനം ഞങ്ങൾ തരണം അത്രയും മാനം ഞങ്ങൾ തരാം. എത്ര മഹത്വം വേണം, എത്രത്തോളം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കണം അത്രത്തോളം ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കാം. കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകാനാണ്? നീയില്ലാതെ ഞങ്ങൾക്കൊരു നിലനിൽപ്പില്ല എന്ന് പറയുവാൻ ഇന്ന് രാത്രിയിൽ നമുക്കിടയായി തീരണം. ഞാൻ ഈ സന്ദേശത്തിൻ്റെ 3-ാമത്തെ ഭാഗത്തേക്കൂടെ വരട്ടെ. 3-ാമത്തെ പോയിന്റും കൂടെ പറയുമ്പോൾ എൻ്റെ സമയം ഇവിടെ തീരുകയാണ്. 3-ാമത്തെ പോയിന്റ്,
ഈ യഹൂദന്മാർ എങ്ങനെയാണ് കർത്താവിനെ ആദരിക്കാഞ്ഞത് എന്നുള്ളത് ഒരൊറ്റ വാക്കിൽ ചെയ്തതെല്ലാം കൂടെ ചേർത്ത് പറഞ്ഞാൽ 8-ാം വാക്യമാണ്. 53-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യെശയ്യാവ് 53-ന്റെ 8-ാം വാക്യം, 7-ാം വാക്യം. തന്നെത്താൻ താഴ്ത്തിയ വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. 8-ാം വാക്യത്തിൽ വായിക്കുന്നവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു, അവൻ പീഡിപ്പിക്കപ്പെട്ടു. എന്തിനാണിത് ഇന്ന് രാത്രിയിൽ പറയുന്നത്? യഹൂദന്മാർ അവനെ പീഡിപ്പിച്ചു, റോമാക്കാർ അവനെ പീഡിപ്പിച്ചു, വിവിധ നിലകളിൽ അവനെ പീഡിപ്പിച്ചു, പാപികളും അവനെ പീഡിപ്പിച്ചു എന്ന് തന്നെ പറയാം. അതിൽ തെറ്റൊന്നുമില്ല. അവർ അവനെ പീഡിപ്പിക്കുകയുണ്ടായി. അവൻ്റെ പീഡനത്തിൻ്റെ ഓരോ ചിത്രീകരണങ്ങളും പറയാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് രാത്രിയിൽ അതിന് ഞാൻ മുതിരുന്നില്ല. എന്നാൽ ഒറ്റ വാക്കിൽ പറയട്ടെ, അവർ അവനോട് ചെയ്തതെല്ലാം കൂടെ ചേർത്ത് കാച്ചിക്കുറുക്കി യെശയ്യാ പ്രവാചകൻ പറയുക, അവൻ പീഡിപ്പിക്കപ്പെട്ടു. അവനെ പീഡിപ്പിച്ചുകൊണ്ടാണ് അവർ അവനെ അനാദരിച്ചതെങ്കിൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, വിശ്വാസ സമൂഹമേ, വേർപെട്ട ദൈവജനമേ, ഞാനിങ്ങനെ ചോദിക്കട്ടെ, ഇന്നെങ്ങനെയാണ് കർത്താവ് പീഡിപ്പിക്കപ്പെടുന്നത്? ഇന്നും കർത്താവ് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. യേശുക്രിസ്തു ഇന്നും പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് യേശുക്രിസ്തു പീഡിപ്പിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദമസ്കോസിലേക്ക് പോയ തർശോശുകാരനായ ശൗലിനെ നമുക്കറിയാമല്ലോ. മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന സർവകലാശാല എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന, അന്നത്തെ വലിയൊരു തത്വജ്ഞാനിയായിരുന്ന, ധനാഢ്യനായ ഒരു മനുഷ്യന്റെ മകനായിരുന്ന ആ തർശോശുകാരനായ ശൗല് ചെറുപ്രായത്തിൽ തന്നെ സന്നിധി സംഘത്തിലെ അംഗമായി തീർന്ന് അന്നത്തെ ജുഡീഷ്യറിയിലെ അംഗമായി മാറിയ ആ മനുഷ്യൻ സ്തെഫാനോസിനെ കൊല്ലുന്നതിന് പോലും സാക്ഷിയായി നിന്ന, കാരണമായി തീർന്ന ആ മനുഷ്യൻ അരയും തലയും മുറുക്കിക്കൊണ്ട് ക്രിസ്ത്യാനികളെ കൊന്നുമുടിച്ച് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പോലെയും വെറുതെ വിടാതെ അതിദാരുണമായി വലിച്ചിഴച്ചുകൊണ്ട് പീഡിപ്പിച്ചുകൊണ്ട് നടന്ന ആ മനുഷ്യനെ ഒരു ദിവസം ഇങ്ങനെ ആ മനുഷ്യനെ യഹൂദ ഗോത്രത്തിലെ സിംഹമായ യേശുക്രിസ്തു കടിച്ചു കീറുന്ന ചെന്നായി എന്ന ബെന്യാമീൻ ഗോത്രത്തിലെ ഈ മനുഷ്യനെ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഈ കടിച്ചു കീറുന്ന ചെന്നായി അവിടെ മുട്ടുമടക്കി. യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ മുമ്പിൽ കടിച്ചു കീറുന്ന ചെന്നായി മുട്ടുമടക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, നീ ആരാകുന്നു കർത്താവേ എന്നൊരു ചോദ്യം ചോദിച്ചു. അവൻ അവിടെ വീണു എന്നാണ് വായിക്കുന്നത്. കുതിരപ്പുറത്തിരുന്നവൻ ഒരു വലിയ വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നിയപ്പോൾ കുതിരപ്പുറത്തിരുന്നവൻ താഴെ വീണു. അവൻ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ, നീ ആരാകുന്നു പ്രഭുവേ എന്ന് പറഞ്ഞാൽ ഇവനെ തോപ്പിക്കാൻ പറ്റിയ ഒരു പ്രഭുവിനെ ഇന്ന് വരെ അവൻ കണ്ടിട്ടില്ല. ഇവനെ നിലംപരിചാക്കിയെങ്കിൽ ഇവനേക്കാൾ വലിയ ഏതോ ഒരു പ്രഭുവാണെന്ന് മനസ്സിലാക്കി ചോദിച്ചു, ഹു ആർ യു ലോർഡ്, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചു. മറുപടി വന്നു. കർത്താവ് കൊടുത്ത മറുപടി എന്താ? നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. നീ ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ എന്ന് പറയുമ്പോൾ, ഓ ക്രിസ്ത്യാനികളെയാണ് അവൻ ഉപദ്രവിച്ചത്. സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിച്ചു, പുരുഷന്മാരെ ഉപദ്രവിച്ചു, സുവിശേഷകന്മാരെ, അന്നത്തെ പ്രവാചകന്മാരെ, അപ്പസ്തോലന്മാരെ, വിശ്വാസികളെ അവൻ ഉപദ്രവിച്ചു. പക്ഷേ കർത്താവ് പറയുന്നു, എന്നെയാണ് ഉപദ്രവിച്ചത്. സക്കറിയാ പ്രവചനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, നിങ്ങളിൽ ഒരുവനെ തൊടുന്നവൻ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഇങ്ങനെ പറയാൻ കാര്യം? ഒറ്റ കാരണമാണ്. ഞാൻ പറയട്ടെ, എഫേസ്യ ലേഖനം 5:31-32 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യം 32-ാം വാക്യം പറയുന്നത്, ഈ മർമ്മം വലിയത്, ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവും വിവാഹ ബന്ധത്തിൽ ഒന്നായി ഒരു ദേഹമായി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിനെ ഉപദ്രവിച്ചാൽ ഭാര്യയെ ഉപദ്രവിച്ചതിന് തുല്യം, ഭാര്യയെ അപമാനിച്ചാൽ ഭർത്താവിനെ അപമാനിച്ചതിന് തുല്യം. അവരൊരു ദേഹമാണ്. എന്നാൽ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട്
വീണ്ടും ജനനം പ്രാപിച്ച ദൈവജനം, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ, അവർ ഇരുവരും ഒരു ദേഹമായി തീരും. ഒരു ദേഹം എന്ന് പറഞ്ഞാൽ oneness of that covenant, ഉടമ്പടിയുടെ ഒരുമ. അവർ ഒരു ദേഹമായി തീരും. കർത്താവും സഭയും ഒരു ദേഹം പോലെയാണ്. കർത്താവും തൻ്റെ മക്കളും ഒരു ദേഹം പോലെയാ. ഇന്ന് രാത്രിയിൽ പറയട്ടെ എൻ്റെ പ്രിയ സഹോദര സഹോദരി, നമ്മളും നീയും ഞാനും അടങ്ങുന്ന നമ്മളും കർത്താവ് എങ്ങനെയാണെന്നറിയോ? വേറെ വേറെയല്ല, രണ്ട് മുറി താമസിക്കുന്നവരെ പോലെയല്ല, ഒരു ദേഹം പോലെയാണ്. ഭാര്യാഭർത്തൃബന്ധം എത്ര സദൃഢമാണോ, ഭാര്യാഭർത്തൃബന്ധം ഒരു ദേഹം എന്ന് പറയുമ്പോൾ അതെത്ര ദൃഢകരമാണോ, അതുപോലെ തന്നെ ഒരു ദേഹം എന്ന് പറയുമ്പോൾ അത്രമാത്രം പിരിയാനാവാത്ത ഭാര്യാഭർത്തൃബന്ധം മരണത്താൽ പിരിയും, നമുക്കറിയാം. പക്ഷേ പിരിയാബന്ധമാണിത്, പിരിയാബന്ധമാണിത്. യുഗകാലം വരെയും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പിരിയാത്ത ഒരു ബന്ധം യേശുക്രിസ്തുവുമായിട്ട് നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ ഉടമ്പടിയെ കുറിച്ച് പറയുന്നത് രണ്ടുപേർ തമ്മിൽ ഉടമ്പടിയിലൂടെ ഒരു ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുത്തനെ ഇൻസൾട്ട് ചെയ്താൽ മറ്റേയാളെ ഇൻസൾട്ട് ചെയ്തതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവുമായിട്ട് പുതിയ നിയമ രക്തത്തിൻ്റെ ഉടമ്പടിയുടെ ബന്ധത്തിലായി തീർന്ന നമ്മെ അപമാനിച്ചാൽ, നമ്മെ ഉപദ്രവിച്ചാൽ, അതാരു തന്നെ ചെയ്താലും, സർക്കാരാകട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ, മതങ്ങളാകട്ടെ, ആരു തന്നെ ആയാലും കർത്താവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാ. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയാമോ? ഉടമ്പടിയിലൂടെ ചേർന്ന രണ്ടുപേരിൽ ഒരാളെ ഉപദ്രവിച്ചാൽ അതിൽ ഒരാൾ പ്രതികാരം ചെയ്യേണ്ട, മറ്റേയാൾ പ്രതികാരം ചെയ്തോളും. കർത്താവ് എന്താ പറഞ്ഞേ? പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല, പിന്നെ പ്രതികാരം എനിക്കുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവജനത്തെ ഉപദ്രവിച്ചവരെ ദൈവം വെറുതെ വിടുകയില്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം? ദൈവജനത്തെ ഉപദ്രവിച്ചവരെ ദൈവം വെറുതെ വിടുകയില്ല എന്ന് തന്നെയല്ലേ എൻ്റെ അർത്ഥം? അങ്ങനെയാണെങ്കിൽ ദൈവജനമേ, ഞാനൊരു കാര്യം പറയട്ടെ. രാഷ്ട്രീയക്കാരോ മതങ്ങളിലുള്ള ആളുകളോ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഘടനകൾ ഒരുപക്ഷെ ദൈവസഭയെ, ദൈവജനത്തെ ഉപദ്രവിക്കുന്നുണ്ടായിരിക്കാം. ഉപദ്രവിക്കുന്നുണ്ടില്ലെന്ന് പറയുന്നില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ ധാരാളമുണ്ട്, തെക്കേ ഇന്ത്യയിലും ഇല്ലെന്ന് പറയാൻ സാധിക്കുകയില്ല, ഇവിടെയും ധാരാളമുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം ചേർത്ത് പറയാൻ, ഒരു പടി കൂടെ എൻ്റെ കാല് മുമ്പോട്ട് വെച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ദുഃഖത്തോടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവജനത്തെ ഉപദ്രവിക്കുന്ന ആളുകൾ ദൈവജനത്തിനിടയിൽ തന്നെയുണ്ട്. ദൈവദാസന്മാരെ ഉപദ്രവിക്കുന്ന ആളുകൾ ദൈവജനത്തിനിടയിൽ തന്നെയുണ്ട്. ദൈവമക്കളെ ഉപദ്രവിക്കുന്ന ആളുകൾ ദൈവജനത്തിൻ്റെ ഇടയിൽ തന്നെയുണ്ട്. ഒരുപക്ഷെ വാക്കുകൊണ്ടായിരിക്കാം ഉപദ്രവിക്കുന്നത്, ഒരുപക്ഷെ എഴുതിക്കൊണ്ടായിരിക്കാം ഉപദ്രവിക്കുന്നത്. എങ്ങനെയായാലും പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാ, അവനെ പീഡിപ്പിക്കുന്നതിന് തുല്യമാ. അങ്ങനെ ചെയ്താൽ മത്തായി 25 നമ്മൾ വായിക്കുന്നത് പോലെ, 45 വായിക്കുന്നത് പോലെ, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തത് എന്നോട് ചെയ്തതുപോലെയാണ്. മാത്രമല്ല പൗലോസിനോട് പറയുക, പൗലോസേ, നീ എന്നെയാണ് ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞാൽ യെരുശലേമിലെ വിശ്വാസികളെ നീ ഉപദ്രവിച്ചു. പക്ഷേ നിനക്കറിയാത്ത ഒരു ഉപദേശമുണ്ട്. എന്താണെന്നറിയാമോ? ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ഒരുവൻ, പിന്നെ അവൻ്റെ സ്ഥാനം എവിടാ? ക്രിസ്തുവിലാണ്. രക്ഷിക്കപ്പെട്ടവൻ ക്രിസ്തുവിലാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവനെ ഉപദ്രവിച്ചാൽ ആരെ ഉപദ്രവിക്കുന്നു? ക്രിസ്തുവിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എന്നെ ഉപദ്രവിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കിയ പൗലോസ് പിൽക്കാലത്ത് എഴുതി, യേശു ക്രിസ്തുവിൽ എന്ന് ആവർത്തിച്ച് തൻ്റെ ലേഖനങ്ങളിൽ താൻ എഴുതുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇന്ദ്രകാലം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുവാൻ ഇടയാകുമാറാകട്ടെ. നാം കർത്താവിനെ ഏതെങ്കിലും നിലയിൽ നിന്ദിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ വചനത്തെ മറന്നു കളഞ്ഞുകൊണ്ട്, ആ വചനങ്ങളെ കേട്ട് ചെയ്യാതെ, ആ വചനങ്ങളെ കാറ്റിപ്പറത്തിക്കൊണ്ട് നാം ജീവിക്കുന്നവരാണെങ്കിൽ, വചനം കേട്ടിട്ട് അതിൻ്റെ 1% പോലും ഹൃദയത്തിലേക്ക് എടുക്കുന്നില്ലെങ്കിൽ, കരയുന്നില്ലെങ്കിൽ, ഹൃദയം തകരുന്നില്ലെങ്കിൽ, കർത്താവിൻ്റെ മുഖത്തടിക്കുകയാണ് നമ്മൾ. അവനെ കുന്തം കൊണ്ട് കുത്തുകയാണ്. അവൻ്റെ വിലാപ്പുറം നമ്മൾ കുത്തി തുളയ്ക്കുകയാണ്. അവനെ നമ്മൾ ഉപദ്രവിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് കരയാം. കർത്താവിനോട് ചോദിക്കാം, കർത്താവേ, ഞാൻ അങ്ങയെ ഉപദ്രവിക്കുന്ന നിലയിൽ, അങ്ങയെ അനാദരിക്കുന്ന നിലയിൽ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പറയാം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അതെവിടെയും നമ്മൾ ഉയർത്തി കാണിക്കണം.
കർത്താവിൻ്റെ ദൈവത്വം വിശ്വസിക്കുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ നമ്മുടെ തലമുറയെ ഓർത്ത് കരയണം. അവരെ നമ്മൾ ഉപദേശിക്കണം, പഠിപ്പിക്കണം. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലേക്ക് നമ്മുടെ തലമുറ മടങ്ങി വരേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല, അവനെ ഉപദ്രവിക്കുക വഴി അനാദരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ ആശ്ചര്യമായി അവനെ ഉപദ്രവിക്കുന്നില്ലെങ്കിലും ദൈവ മക്കൾക്കെതിരെ, കൂട്ടുസഹോദരനെതിരെ, കൂട്ടുസഹോദരിക്കെതിരെ നാം പറയുന്ന കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ കർത്താവിനെ അനാദരിക്കുന്നതിന് തുല്യമാ, അവൻ്റെ മുഖത്തടിക്കുന്നതിന് തുല്യമാ. ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിനെ അനാദരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ വെച്ച് അത് ഉപേക്ഷിച്ച് കളഞ്ഞ് ഹൃദയത്തകർച്ചയോടെ, നമുക്കൊരു മാനസാന്തരത്തോടെ, അനുതാപത്തോടുകൂടെ ഇന്ന് രാത്രിയിൽ ഇവിടെ നിന്ന് പോകുവാൻ നമുക്കിടയാകുമാറാകട്ടെ. നമുക്കവനെ ആദരിക്കാം, ഏറ്റവും അധികം ആദരിക്കാം, മറ്റാരേക്കാളും അധികം. നമ്മുടെ ആരോഗ്യത്തെക്കാൾ, വസ്തുക്കളെക്കാൾ, സ്വന്തക്കാരേക്കാൾ, മിത്രങ്ങളെക്കാൾ, ബന്ധുക്കളെക്കാൾ അധികം നമുക്കവനെ ആദരിക്കാം. അവനായിട്ട് നമുക്ക് നമ്മുടെ ജീവിതം സമർപ്പിക്കാം. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും ഈ വചനങ്ങളാൽ മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.